കഴിഞ്ഞ ദിവസം ജയസൂര്യയെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു എന്ന വാർത്ത നിങ്ങൾ ഓരോരുത്തരും കേട്ടിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ അത് ആദ്യമായിട്ടല്ല ചോദ്യം ചെയ്യുന്നത് എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. ഏതാണ്ട് രണ്ടാമത്തെ തവണയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ പ്രേക്ഷകർക്കൊന്നും വലിയ ക്ലാരിറ്റി വന്നിട്ടില്ല എന്നെനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ഇത് സേവ് ബോക്സ് എന്ന് പറയുന്ന ഒരു ബിഡ്ഡിംഗ് പ്ലാറ്റ്ഫോം, അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ അങ്ങനെ ലേലം വിളിയൊക്കെ നടത്താൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ആദ്യത്തേതാണോ എന്ന് നമുക്കറിയില്ല. അത് 2017-19 തന്നെ 3-4 കൊല്ലം മുമ്പ് തുടങ്ങിയതാണ്. അപ്പോൾ ആ തുടങ്ങിയ ആളുടെ പേരെന്ന് പറയുന്നത് സാത്വിക് റഹീം എന്ന് പറയുന്ന ഒരാളാണ്, ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ ആ സാത്വിക് റഹീം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അത്തരത്തിൽ സേവ് ബോക്സ് എന്ന് പറയുന്ന ഒരു ബിഡ്ഡിംഗ് ആപ്പ് തുടങ്ങുകയും യഥാർത്ഥത്തിൽ ജയസൂര്യ ഇത് ലോഞ്ച് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് നമ്മളിപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. വലിയ മികച്ച ഒരു ചെറുപ്പക്കാരനാണെന്നും വിദേശത്തൊക്കെയുള്ള ആളുകൾ ചിന്തിക്കുന്നത് പോലെ ഉയരത്തിൽ ചിന്തിക്കുന്ന ഒരാളാണെന്നും ഒക്കെ തന്നെ സാത്വിക് റഹീമിനെ കുറിച്ച് പറയുന്ന നല്ല വാചകങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് തട്ടിപ്പ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആദ്യമേ തന്നെ പറയട്ടെ, ഒരു ബിസിനസ് നടത്തി പരാജയപ്പെട്ടാൽ പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങളും അതുപോലെ തന്നെ പോലീസും ഒക്കെ തട്ടിപ്പ് എന്ന് പെട്ടെന്ന് അങ്ങോട്ട് മുദ്രകുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൽ എത്രത്തോളം തട്ടിപ്പുണ്ട് എന്ന് എനിക്കറിയില്ല. പലപ്പോഴും നമ്മുടെ ആരെങ്കിലും അവരുടെ ഒരു മിസ്മാനേജ്മെൻ്റ് കൊണ്ടോ ചിലപ്പോൾ അവരുടെ മിടുക്കില്ലായ്മ കൊണ്ടോ ഒക്കെ ചെന്ന ബിസിനസ്സുകൾ പരാജയപ്പെടാറുണ്ട്. പക്ഷെ അങ്ങനെ പരാജയപ്പെട്ടാൽ ആരെങ്കിലുമൊക്കെ പരാതി കൊടുത്താൽ ഉടനെ തട്ടിപ്പെന്ന് പറഞ്ഞ് കേസെടുക്കുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ ഇവിടെ ഉള്ളത് എന്നുള്ളത് വിസ്മരിക്കവേ. അതേസമയം തന്നെ നമ്മുടെ ജനത്തിന് ഇപ്പോൾ KSRTC നഷ്ടത്തിലാവുന്നു, അവിടെ ആരുടെയും മിസ്മാനേജ്മെൻറ്റിന് ആരും ഉത്തരം പറയേണ്ടതില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. അവർക്ക് അഴിമതിയൊക്കെ നടത്തി സുഖമായിട്ട് ആ പണവും കൊണ്ട് റിട്ടയർ ചെയ്ത് വീട്ടിൽ പോയി സുഖമായിട്ട് ജീവിക്കാം. എയർ ഇന്ത്യയുടെയൊക്കെ കാര്യത്തിൽ ഇത് തന്നെ 50,000 കോടി രൂപയിലധികം അവർ നഷ്ടം വരുത്തിയാലും നമുക്ക് വലിയ കുഴപ്പമൊന്നും സംഭവിക്കാറില്ല. യഥാർത്ഥത്തിൽ അവരാണ് നമ്മൾ ഇതിനേക്കാൾ കൂടുതൽ കൊള്ളയടിക്കുന്നത്. അതേസമയം നമ്മൾ വിജയ് മല്യ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ട് തുടങ്ങിയ ബിസിനസ്സാണ്. പക്ഷേ ആ വിജയ് മല്യ നടത്തിയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ നമ്മൾ ഉടനെ തന്നെ തട്ടിപ്പുകാരനാണെന്ന് മുദ്രകുത്തുകയും അയാൾ ഉടനെ തന്നെ വളരെ മോശപ്പെട്ട ആളായി മുദ്രകുത്തുകയൊക്കെ ചെയ്യും എന്നുള്ളത് നമ്മുടെ ഒരു സാധാരണ കീഴ്വഴക്കമാണ്. കാരണം അത്തരത്തിൽ പണമുള്ള ആളുകൾക്ക് എന്തെങ്കിലും പറ്റിയാൽ, പ്രത്യേകിച്ച് വലിയ കുഴപ്പമില്ലാതൊക്കെ ജീവിച്ച ആളുകൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ അത്തരത്തിൽ ആളുകളെ മുദ്രകുത്തും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു എതിരഭിപ്രായമില്ല. ഇവിടെ ഞാൻ ജയസൂര്യയുടെ കാര്യത്തിൽ, ജയസൂര്യ വാഷ്റൂമിലേക്ക് പോയ ചില ആളുകളെ കയറി പിടിച്ചു എന്ന് പറയുന്ന വിവാദമൊക്കെ ഉണ്ടായ കാര്യത്തിൽ ഞാൻ ജയസൂര്യക്കെതിരെ സ്റ്റാൻഡ് എടുത്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ജയസൂര്യയെ ഇവിടെ പൊതിഞ്ഞ് സംരക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ കാര്യത്തിൽ ജയസൂര്യ ഒന്നും അത്ര വലിയ തെറ്റുകാരനാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി കാര്യത്തിലേക്ക് വരാം. ഈ സാത്വിക് റഹീം എന്ന് പറയുന്നയാൾ സേവ് ബോക്സ് എന്ന് പറയുന്ന ഒരു ബിഡ്ഡിംഗ് ആപ്പ് തുടങ്ങി. ഈ ബിഡ്ഡിംഗ് ആപ്പിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ 20 മിനിറ്റാണ് അതൊരു ലേലം വിളിക്കാനുള്ള ആപ്പാണ്. അപ്പോൾ അതിൽ 20 മിനിറ്റാണ് ഒരു ലേലം വിളി ഉണ്ടാവുക. ഇപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ഐഫോൺ ഒരാൾ വിൽക്കാൻ വെച്ചു എന്ന് വിചാരിക്കുക. അതിനകത്ത് ഇപ്പോൾ ഒരു ഐഫോൺ ചിലപ്പോൾ 1.25 ലക്ഷം രൂപ വിലയുള്ള ഐഫോൺ ആണെങ്കിൽ നിങ്ങൾക്കത് 1 രൂപ മുതൽ വിളിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 5,000 രൂപ 10,000 രൂപയൊക്കെ എത്തുമ്പോഴത്തേക്കും വേറെ ആരും വിളിക്കാനില്ലെങ്കിൽ ആ 10,000 രൂപക്ക് നിങ്ങൾക്ക് ആ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് കിട്ടും. ആ കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ മറ്റൊരു കമ്പനി കൂടി തുടങ്ങിയിരുന്നു. അത് സേവ് ബോക്സ് എക്സ്പ്രസ് എന്ന് പറയുന്നൊരു കമ്പനിയാണ്. അതായത് ആമസോൺ പോലെയൊക്കെ ഈ പറഞ്ഞതുപോലെ ആളുകൾക്ക് ഇത് ഓർഡർ ചെയ്ത് വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന കമ്പനിയാണ്. അപ്പോൾ അതുവഴി 10 ദിവസത്തിനകം ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിഡ്ഡിംഗ് ആപ്പാണ്, ആദ്യത്തേതാണ് എന്നൊക്കെ പറഞ്ഞാണ് ഈ പറയുന്ന സാത്വിക് റഹീം തുടങ്ങിയത്. ആദ്യത്തേതാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും അത്തരത്തിലുള്ളൊരു ബിഡ്ഡിംഗ് ആപ്പ് ഉണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നമുക്ക് വലിയ ആക്രാന്തമൊന്നുമില്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിലൊന്നും ചെന്നുപെടില്ല. കാരണം 1 ലക്ഷം രൂപയുടെ മൊബൈൽ ഫോൺ 10,000 രൂപ കിട്ടണമെന്ന് ആഗ്രഹിച്ചാലാണ് നമ്മൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിലേക്ക് ചെന്നുപെടുക. പക്ഷേ കേരളത്തിൽ അതിന് വലിയ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ മര്യാദക്ക് ബിസിനസ് ചെയ്യാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. അതെങ്ങനെയെങ്കിലും ആളുകൾ പൂട്ടിച്ചിരിക്കും, എന്നിട്ട് തട്ടിപ്പുകാരനെന്നൊക്കെ വിളിച്ചിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ തട്ടിപ്പ് കാണിക്കുന്ന വലിയ ആളുകൾക്കൊന്നും വലിയ കുഴപ്പമൊന്നും സംഭവിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇത് 4 മാസം കൊണ്ട് തന്നെ ഈ സേവ് ബോക്സ് എന്ന് പറയുന്ന ബിഡ്ഡിംഗ് ആപ്പ് വലിയ തോതിൽ ആളുകൾ 1 ലക്ഷത്തിലധികം പേർ ഡൗൺലോഡ് ചെയ്യുകയും അത് ഉപയോഗിക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. ഇതിൽ തന്നെ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം, ഇതിൽ ചില സിനിമാ താരങ്ങളെയൊക്കെ അനാവശ്യമായിട്ട് ഇതിനകത്തേക്ക് ചില മാധ്യമങ്ങളൊക്കെ പെടുത്തുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് തീർച്ചയായിട്ടും ജയസൂര്യക്ക് ഇതിനകത്ത് വലിയ പങ്കുണ്ട്. കാരണം ജയസൂര്യ ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു. ഇവനെക്കുറിച്ച് വലിയ പുകഴ്ത്തി പറയുന്ന വാചകങ്ങളൊക്കെ തന്നെ നമുക്കിപ്പോൾ വീഡിയോകൾ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ കൂടാതെ ജയസൂര്യ 2 കോടി രൂപ ഇവൻ്റെ നിന്ന് പ്രതിഫലമായിട്ട് കൈപ്പറ്റിയിരുന്നു എന്നും ബ്രാൻഡ് അംബാസഡർ ആകാൻ അത് കൃത്യമായിട്ട് നേരിട്ട് അക്കൗണ്ടിലൂടെ കൈപ്പറ്റിയതല്ല എന്നും കള്ളപ്പണമാണെന്നൊക്കെ ഉള്ള തോന്നലിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പോൾ 2019 ജൂലൈയിലാണ് ഇത്തരത്തിലുള്ള ഒരു ആപ്പ് വരുന്നത്, ബിഡ്ഡിംഗ് ആപ്പ് ഏറ്റവും ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതിനുശേഷം ഈ പറയുന്ന അന്വേഷണങ്ങളൊക്കെ നടക്കുമ്പോൾ മഞ്ജു വാര്യരെയും അജു വർഗീസിനെയും പോലെയുള്ള നിരവധി ആളുകളെയൊക്കെ ഇതിനകത്തേക്ക് ചിലപ്പെടുത്തി കണ്ടു. അതിലൊന്നും വലിയ കാര്യമില്ല. കാരണം
ഈ പറയുന്ന സ്വാതിക് റഹീം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് അവൻ തെറ്റ് ചെയ്തില്ല എന്നൊക്കെ ഏതാണെങ്കിലും കോടതി കണ്ടെത്തിട്ട് അതവിടെ നിൽക്കട്ടെ. പക്ഷേ സ്വാതിക് റഹീം എന്ന് പറയുന്നത് പൂനം റഹീം എന്ന് പറയുന്ന ഒരാളുടെ മകനാണ്. ഈ പൂനം റഹീം എന്ന് പറയുന്നത് ഒരു സിനിമാ വിതരണക്കാരനായിരുന്നു. കൂടാതെ അദ്ദേഹം തെരുവുകളിലൊക്കെ തന്നെ പ്രൊജക്ടറുകൾ വെച്ച് വലിയ പ്രദർശനങ്ങളൊക്കെ നടത്തി സിനിമയെ അതുപോലെ സ്നേഹിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം 15 സെൻറ്റ് സ്ഥലം വിറ്റിട്ട് വരെ വലിയ പ്രൊജക്ടറുകൾ മേടിക്കുകയും സിനിമ ആളുകളെ കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചില വാർത്തകളിലൂടെയൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളുടെ മകനാണ്. അതുകൊണ്ട് സ്വാതിക് റഹീം എന്ന് പറയുന്ന ഒരാളെ പുകഴ്ത്തിക്കൊണ്ടിട്ട് ബോബി ചെമ്മണ്ണൂർ മുതൽ നിങ്ങൾ അറിയേണ്ട ജയസൂര്യ വരെയും അജു വർഗീസ് മുതലുള്ള നിരവധി ആളുകൾ വന്നിരുന്നു. ജയസൂര്യയുടെയൊക്കെ ബർത്ത്ഡേക്ക് ഇവ കേക്കുമായി വന്ന് ആഘോഷിക്കുന്നതും ഇവൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നതും തിരിച്ചങ്ങോട്ട് വായിൽ വെച്ച് കൊടുക്കുന്നതും ഒക്കെ നമുക്ക് കാണാവുന്ന ആ കാര്യമാണ്. ഇതിലൊക്കെ തന്നെ ചിലർ ഈ പറയുന്ന മഞ്ജു വാര്യർക്കുമൊക്കെ വലിയ തോതിൽ പണി കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. മഞ്ജു വാര്യരൊക്കെ അതിനത്രത്തോളം അർഹയാണെന്ന് എനിക്കറിയില്ല. കാരണം ഈ 3 സിനിമകളിൽ ചില സിനിമകളിലൊക്കെ തന്നെ ഈ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഗൗതമൻ്റെ രഥത്തിൻ്റെയൊക്കെ പോസ്റ്ററിൽ തന്നെ ഈ സാത്വിക് റഹീം എന്ന് പറയുന്ന ഈ സേവ് ബോക്സിൻ്റെ ഓൺട്രപ്രണറായിട്ടുള്ള ഇയാളടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ സന്തോഷ് ശിവൻ എടുത്തിട്ടുള്ള ജാക്ക് ആൻഡ് ജിൽ എന്ന് പറയുന്ന പടം, ആ ജാക്ക് ആൻഡ് ജില്ലിൽ പ്രമുഖയായിട്ടുള്ള അഭിനേത്രി മഞ്ജു വാര്യരാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ വില്ലനായിട്ട് ഈ പയ്യനാണ് അഭിനയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിരവധി ഫോട്ടോകൾ അവരുമായി ചേർന്ന് നിൽക്കുന്നുണ്ടാവുന്നത് സ്വാഭാവികം മാത്രമാണ് എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഗൗതമൻ്റെ രഥത്തിലുണ്ടായിരുന്നു. കൂടാതെ ശങ്കർ രാമകൃഷ്ണൻ സംവിധാനം ചെയ്തിട്ടുള്ള 18-ാം പടി എന്ന് പറയുന്ന ചിത്രത്തിലുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള നിരവധി ചിത്രങ്ങളിലൊക്കെ തന്നെ പ്രൊജക്ട് ഡിസൈനർ ഇവൻ തന്നെയായിരുന്നു. അതുകൊണ്ട് ചില റോളുകളിൽ അഭിനയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. LLB കഴിഞ്ഞ പയ്യനാണ്. പക്ഷേ ഈ ഇത്തരത്തിലുള്ള ബിസിനസ് മോഹവുമായി തുടങ്ങിയതാണ്. പക്ഷേ ബിസിനസ് മോഹത്തിൽ തന്നെ ഒരു വലിയ പ്രശ്നമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ആളുകളുടെ അത്യാർത്ഥിയെയും ആക്രാന്തത്തെയും ഒക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ബിഡ്ഡിംഗ് ആപ്പിലേക്ക് എത്തിയിട്ടുള്ളത്. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ സേവ് ബോക്സ് എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടി അവർ ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി പരിപാടികൾ ചെയ്തിരുന്നു. നേരത്തെ ബോബി ചെമ്മണ്ണൂരിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ചില പ്രൊജക്റ്റുകളിൽ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു. നമുക്ക് സത്യമാണോ എന്നറിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രാഞ്ചൈസികൾ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് നിരവധി പേരെ സമീപിക്കുകയും അവരിൽ നിന്ന് പണം മേടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ പണം മേടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിലൂടെ അവർ കൊടുത്തിട്ടുള്ള പരാതിയിലാണ് 1 ലക്ഷം മുതൽ 5 ലക്ഷം മുതൽ 6 ലക്ഷം വരെയുള്ള പല ആളുകളും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ പേരിൽ കേസെടുത്തിട്ടുള്ളത്. ആ കേസുകളിലാണ് ഇവർ യഥാർത്ഥത്തിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. കുറച്ച് നാൾ ഒളിവിലായിരുന്നു, അതിനുശേഷം അറസ്റ്റിലായിട്ടുള്ളത്. പക്ഷേ ഈ സ്വാതിക് റഹീമിനെ കുറിച്ച് ഇതിനു മുമ്പും ചില പരാതികൾ ഉണ്ടായിട്ടുണ്ട്. അതുകൂടി പറയാതെ പോകും വയ്യ. ആ പരാതി എന്ന് പറയുന്നത് ഇവൻ ക്യാമറകളൊക്കെ തന്നെ വാടകയ്ക്ക് എടുക്കുകയും ആദ്യം വാടകയ്ക്ക് എടുത്തിട്ട് ആ ക്യാമറകൾക്ക് കൃത്യമായി തിരിച്ചു കൊടുക്കുകയും പണം കൊടുക്കുകയും പിന്നെ കുറച്ചുകൂടി മുന്തിയ ക്യാമറകൾ എടുക്കുകയും കുറച്ചുകൂടി നമ്പർ കൂട്ടിയെടുക്കുകയും അതിനുശേഷം ഈ ക്യാമറകളൊക്കെ തന്നെ വിറ്റ് പണം സമ്പാദിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്കറിയില്ല ഇതൊക്കെ എത്രത്തോളം വാസ്തവമാണ് എന്താണ് എന്നുള്ളത്. കാരണം സാദിഖ് റഹീമിൻ്റെ ഒരു സൈഡൊന്നും നമ്മൾ കേട്ടിട്ടില്ല. നമ്മളിപ്പോൾ പോലീസ് വേർഷൻ മാത്രമേ കേട്ടിട്ടുള്ളൂ. ബിസിനസ് പരാജയപ്പെടുമ്പോൾ എടുക്കുന്ന കേസുകളിലൊക്കെ തന്നെ നമ്മൾ പലപ്പോഴും പോലീസ് വേർഷൻ മാത്രം കേട്ടുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യം, ഈ വലിയ തോതിൽ ഇത്തരത്തിലുള്ള പല ഐഡിയാസുമുള്ള ഒരാളായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സിനിമാ താരങ്ങളായിട്ടുള്ള ബന്ധം വെച്ച് അവരൊക്കെ തന്നെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്താണെങ്കിലും കാത്തിരുന്ന് കാണാം. ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഈ സേവ് ബോക്സിൻ്റെയൊക്കെ തന്നെ പുതിയ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നിങ്ങളൊരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറായി മാറുകയാണെങ്കിൽ ആ ബ്രാൻഡ് അംബാസിഡർക്ക് നിങ്ങൾക്ക് ഈ തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണമാണ് അവർ പ്രതിഫലമായി തരുന്നതെങ്കിൽ അതിനകത്ത് നിങ്ങൾക്കും കൂടി ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നുള്ളതാണ് നിയമം പറയുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മുടെ ജയസൂര്യ അടക്കമുള്ള നടന്മാരെ കൂടി വിളിച്ചിട്ടുള്ളത് എന്നുള്ളത് മറന്നുകൂടാ. ഇതിന് തൊട്ടു മുമ്പ് ഇതുപോലെ അനൂപ് മേനോനെതിരെ ഒരു ചെറിയ കേസിൽ ഒരു ഫൈൻ ഈടാക്കിയിരുന്നു എന്നുള്ളതും മറന്നുകൂടാ. ഇതിന് മുമ്പ് നമുക്കറിയാം മമ്മൂട്ടിക്കെതിരെ പോലും, അതായത് പല കേസുകളുമൊക്കെ തന്നെ ഇത്തരത്തിൽ വന്നിരുന്നു എന്നുള്ളത് അറിയാം. പക്ഷേ അതിലൊന്നും ശിക്ഷിക്കപ്പെട്ടില്ല. പക്ഷേ ഇത് ഇത്തരത്തിൽ കേസുകൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ ഇതിനകത്തുള്ളത് കുറച്ചുകൂടി ഗൗരവമാണ്. കാരണം അങ്ങനെ ഒരു പണം മേടിച്ചു അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തി എന്നുള്ളത് മാത്രമല്ല പ്രശ്നം, യഥാർത്ഥത്തിൽ ഇതിൽ കള്ളപ്പണത്തിൻ്റെ ഇടപാടുകൾ കൂടി നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ തന്നെ ഈ സിനിമാ താരങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. കാരണം അവർ യഥാർത്ഥത്തിൽ വലിയ അത്യാർത്ഥിയാണ് കാണിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഇന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ സുഹൃത്തായിട്ടുള്ള ഷാജൻ സ്കറി ഇതൊക്കെ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് എന്നുള്ളതും ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും മറ്റുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്യാത്ത അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഷാജൻ റിപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. എന്താണെങ്കിലും ഇത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഇതിനകത്ത്
നേരിട്ടുള്ള ഇൻവോൾവ്മെന്റ് ജയസൂര്യക്ക് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കമ്പനിയിൽ വലിയ ആദരവ് തോന്നി ചെന്ന് പെട്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടാതെ 2 കോടി രൂപ കിട്ടുമെന്ന് പറയുമ്പോൾ ഇവർ ഇത്തരത്തിലുള്ള പല പണികൾക്കും തയ്യാറാകും. അത് റിമി ടോമി ആണെങ്കിലും ഇപ്പോൾ വിജയ് യേശുദാസ് ആണെങ്കിലും ഒക്കെ കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള ഒരാളാണ് വിജയ് യേശുദാസ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ എങ്കിൽ പോലും ചില റമ്മി കളിച്ച് കാശ് കിട്ടി എന്നൊക്കെ പറഞ്ഞുള്ള പരസ്യങ്ങൾ പോലും കണ്ടുണ്ടാവും. അതുകൊണ്ട് ഇവരുടെ ആക്രാന്തത്തിന് കൂടി കിട്ടിയ ഒരു തിരിച്ചടിയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. മറ്റത് ഈ ബിസിനസ് തുടങ്ങിയ ആളെ പരിപൂർണമായി ഞാനിപ്പോൾ കുറ്റപ്പെടുത്താത്തത് ഇനിയും കാര്യങ്ങൾ തെളിഞ്ഞു വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്.